അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ രജിസ്റ്റർ ചെയ്ത 1ഉം 2ഉം പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദത്തിന് വന്നിട്ടുള്ളത്. ജാമ്യ ഹർജിയിൽ 1ാം പ്രതിയുടെ വാദം താൻ കർണാടകയിലുള്ള ബജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ബജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വ്യാജമായിട്ട് എന്തെങ്കിലും ബിരുദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ്യതകളോ നേടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും ആ ഭാഗം തൽക്കാലം മാറ്റി നിർത്താം. ഇന്ന് മുൻകൂർ ജാമ്യത്തിന് വാദത്തിന് വന്നപ്പോൾ ഞങ്ങൾ പ്രധാനമായി 1-2 കാര്യങ്ങൾ പറഞ്ഞത്, SC ST വകുപ്പുള്ള ഈ കേസിൽ നിയമപരമായി ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് നിയമപരമായി തടസ്സമുണ്ട്. സ്പെസിഫിക് ബാർ എന്നാണ് പറയുക. അതിൻ്റെ വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യം ഒരു പ്രഥമദൃഷ്ട്യാ SC ST കേസ് നിലനിൽക്കുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ്റെ ആദ്യത്തെ വാദം. പ്രതിഭാഗത്തിൻ്റെ പ്രധാന വാദം എന്ന് പറയുന്നത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് പ്രിൻസിപ്പാളും സഹ അധ്യാപകരും ഒരു ലോണാപ്പുമായി ബന്ധപ്പെട്ട് കുട്ടിയെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകളും ചോദ്യം ചെയ്ത സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 13 മുതൽ ഇങ്ങോട്ട് ഈ അധ്യാപകൻ്റെ ക്രൂരമായ പെരുമാറ്റം, ഈ കുട്ടി പട്ടിക ജാതിയിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പലപ്പോഴും ഹറാസ് പരസ്യമായി ക്ലാസ്സിലും സ്റ്റാഫ് റൂമിലും വെച്ച് ഹറാസ് ചെയ്ത ഈ അധ്യാപകൻ സംഭവ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യക്ക് തൊട്ട് മുമ്പ് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ പ്രതിഭാഗം പറയുന്നു അന്ന് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെയും അതുപോലെ തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലെയും CCTV വിഷ്വൽസ് എടുത്തിട്ട് കോടതിയിൽ ഞങ്ങൾ ഹാജരാക്കിയിരിക്കുകയാണ്. കൃത്യമായി 12:30-ക്ക് ശേഷം 2 മണിയോളം ഈ അധ്യാപകൻ റാം എന്ന് പറയുന്ന 1ാം പ്രതിയായ റാം എന്ന് പറയുന്ന അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും കുട്ടിയും അധ്യാപകനും സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചുണ്ടായിരുന്നു. ഇടയ്ക്കിടെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഒരു HOD ആയിട്ട് സ്വന്തമായിട്ട് ക്യാബിനുള്ള ചേംബറുള്ള ഒരു അധ്യാപകൻ 1.5 മണിക്കൂറിലധികം എന്തിനവിടെ സ്റ്റാഫ് റൂമിൽ വന്നു എന്നുള്ള ചോദ്യം ആദ്യം തന്നെ ഉയർത്തുകയാണ്. രണ്ടാമത്, ഈ ടീച്ചർ ഈ പരാതി പ്രിൻസിപ്പളോട് ഈ ആപ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം ടീച്ചർ വന്ന് പരസ്പരം കൈകൊടുത്ത് അഭിനന്ദിക്കുന്നതായിട്ട് വീഡിയോസിൽ കാണുന്നുണ്ട്, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പരാതി എഴുതിയതിന് ശേഷം ഈ പരാതി സൈബർ സെല്ലിൽ കൊടുക്കാൻ ഞാൻ സഹായിക്കാമെന്ന് ഈ റാം എന്ന ഡോക്ടർ ഭാഗ്യലക്ഷ്മി അവരൊരു ഭാഗ്യശ്രീ എന്ന് പറയുന്ന അധ്യാപികയോട് പറയുന്ന ഒരു രംഗം അധ്യാപിക മൊഴി കൊടുത്തിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിൻ്റെ പീഡനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ക്ലാസ്സിൽ എന്താണോ നടത്തിയതെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പും വാട്സപ്പ് മെസ്സേജുകളും സഹോദരിമാർക്കും അച്ഛനും കൊടുത്തായിട്ട് അവരുടെ മൊഴിയിലുണ്ട്. എല്ലാറ്റിനും പുറമെ കുട്ടി 1:38-ന് കോളേജ് ക്യാമ്പസിൽ വെച്ച് വീണ് കിടക്കുന്ന കണ്ടതിന് ശേഷം കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ ഈ അധ്യാപകൻ അവിടെ വന്നപ്പോൾ അസഭ്യമായ സഭ്യേതരമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി ഒരു സിമ്പതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പോലും വളരെ മോശമായ രീതിയിൽ പറഞ്ഞതായിട്ട് അത് കേട്ടതായിട്ട് ഈ നിതിൻ രാജിൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞിട്ട് മറ്റൊരു കുട്ടിയും കേട്ടതായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ പ്രഥമദൃഷ്ട്യാ ഇയാൾക്കെതിരെ SC ST വകുപ്പും ഈ ആത്മഹത്യാ ശ്രമം നടത്തിയതിനുള്ള വകുപ്പ് ആത്മഹത്യ ചെയ്തതിനുള്ള വകുപ്പ് പ്രകാരം കുറ്റക്കാരനാണ്. പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്ന രീതിയിലേക്കാണ് പ്രോസിക്യൂഷന്റെ വാദം. ഏതായാലും ആ വാദം കോടതി അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത്. 2ാം പ്രതിയായ സംഗീത ടീച്ചർക്കെതിരായിട്ടും ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോടും സഹോദരിയോടും പറഞ്ഞ മൊഴിയും കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്.